കാക്കനാട് ദേശനിവാസികളെ, സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് നമ്മോട് അറിയിക്കുവാൻ ഒരു വിശേഷപ്പെട്ട സന്ദേശമുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ടീമംഗങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാമത്തെ വചനം പറയുന്നു, രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഏതൊരു കാര്യത്തിന്റെയും അവസാനം എന്ത് എന്ന് അറിയുവാൻ വളരെ താല്പര്യമുള്ളവരാണ് മനുഷ്യരായ നാം. എന്തിനാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയത്? ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം എന്താണ് എന്നിവ ഈ ദേശനിവാസികളെ അറിയിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയം 15-20 മിനിറ്റ് സമയം ഈ ശബ്ദം ശ്രവിക്കുവാൻ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. മനോഹരമായ ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നാമൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ ഉണരുക സോദരാ, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ ഉണരുക സോദരാ, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂത്തും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാല, വഹിച്ചിടാം താൻ മുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാൽച്ചുവടിലെ
ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാലയിൽ വഹിച്ചിടാം താൻമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക നാഥൻ കാൽച്ചുവടിലെ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ഞാൻ വാഴും ഭൂമിയിൽ നാഥനേശ്വരോട് നിത്യമാം രാജാവാൻ രാജാധിരാജൻ കീഴെ പ്രിയരെയൊരുങ്ങുക പറവാനിനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ ഞാൻ വാഴും ഭൂമിയിൽ നാഥനേശ്വരോട് നിത്യമാം രാജാവാൻ രാജാധിരാജൻ കീഴെ പ്രിയരെയൊരുങ്ങുക പറവാനിനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. സൃഷ്ടാവായ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യട്ടെ. മനോഹരമായൊരു പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകി. ആ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാതത്തെ എതിരേൽപ്പാൻ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം. എറണാകുളം ജില്ലയിലെ കാക്കനാട് മാവേലിപുരം ഈ ദേശത്തോട് ദൈവം അറിയിക്കുന്ന ദൈവത്തിന്റെ ഒരു അരുളപ്പാട് അറിയിച്ച് ഈ ടീം ഇതിലൂടെ കടന്നു പോവുകയാണ്. സൃഷ്ടാവായ ഈ ദൈവത്തിന്റെ ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവത്തിന്റെ ചിന്തകളെ വളരെ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരോട് മനുഷ്യ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇതാണ് എന്ന് ഒന്ന് അറിയിച്ചുകൊണ്ട് ആ പദ്ധതിയിൽ നിനക്ക് നിൽക്കുവാൻ താല്പര്യമുണ്ട് എങ്കിൽ നിനക്ക് നിൽക്കാം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു പോവുകയാണ്. സഹോദരങ്ങളെ, എന്റെ മുൻപിൽ ഞാൻ നോക്കുമ്പോൾ തിരക്ക് പിടിച്ച് ഓടുന്ന മനുഷ്യർ, വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നു. ഇതൊക്കെ ഇവിടെ കാണുമ്പോൾ എന്തിനാണ് ഈ ഓട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പലർക്കും ഉത്തരം ഉണ്ടാവുകയില്ല. എന്തിനാണ് ഓട്ടം? ഒരു സീറോ ആയി തീരാൻ വേണ്ടി നമ്മൾ ഓടുകയാണ്, അല്ലേ? ഒരു ഹീറോ ആകാനാ ഓടുന്നത്, പക്ഷെ അവസാനം എന്തായി തീരും? ഒരു സീറോ ആയി തീരും. ഓടി 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 പലതും സമ്പാദിച്ച് ഇതാ തുണിക്കച്ചവടം, അതെ മീൻ കച്ചവടം, ഇതൊക്കെ ചെയ്ത് സമ്പാദിച്ച് കൂട്ടി 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 അവസാനം അത് ബാങ്കിലോ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോയിടും. അവസാനം ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, രോഗിയായി കട്ടിലേക്ക് കിടന്നു. ഇതാ മരിച്ചു മാറ്റപ്പെട്ട് ഹീറോ ആകാൻ നോക്കി അവസാനം സീറോ ആയി. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം, തിരക്ക് പിടിച്ച ഓട്ടം. ഈ ഓട്ടത്തിന്റെ നടുവില് പ്രിയമകനെ, പ്രിയമകളെ, ഇതൊന്ന് കേൾക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ ഉടമസ്ഥനായ സൃഷ്ടാവായ ദൈവത്തിന് നിന്നോട് പറയാനുള്ള ഈ സന്ദേശം ഒന്ന് കേൾക്കാൻ മനസ്സുണ്ടോ?
ഞാനും നിങ്ങളും ഇവിടെ ഹീറോ ആകാൻ ഓടി അവസാനം സീറോ ആവുന്നു. We are trying to become heroes, but end of our life we become zeros. എന്ത് ഗുണം അല്ലേ? എന്നാൽ നിന്റെ സൃഷ്ടാവിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്നെ സീറോ ആക്കാനല്ല, റിയലി നിന്നെ ഹീറോ ആക്കാനാ. നിനക്കറിയോ, നീയാണ് ഈ ഭൂമിയുടെ അടുത്ത രാജാവ്. പക്ഷെ നിനക്കറിയില്ല. നീ മരണത്തോടുകൂടെ ഇവിടുന്ന് മാറ്റപ്പെടും. നിന്റെ മാതാപിതാക്കന്മാർ മാറ്റപ്പെട്ടതുപോലെ നീയും മാറ്റപ്പെടും. എന്നാൽ നിന്റെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. യു ആർ ദ നെക്സ്റ്റ് കിങ് ഓഫ് ദിസ് വേൾഡ്. മരണമില്ലാത്ത ദൈവത്തിന്റെ മകനായ ഭൂമിയുടെ രാജാവാ നീ. നിനക്കറിയില്ല. ഇതാണ് നിന്നെക്കുറിച്ചുള്ള നിന്റെ സൃഷ്ടാവിന്റെ പദ്ധതി. നിന്റെ പദ്ധതിയോ കേരള ഗവൺമെന്റിന്റെ പദ്ധതിയോ സെൻട്രൽ ഗവൺമെന്റ് ഡൽഹി ഗവൺമെന്റിന്റെ പദ്ധതിയോ അല്ല. പകരം നിന്റെ സൃഷ്ടാവിന്റെ പദ്ധതി. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത നിന്റെ സൃഷ്ടാവിന് നിന്നെ കുറിച്ചുള്ള പദ്ധതിയാണ്. ഇതൊന്ന് അറിഞ്ഞിട്ട് വേണമെങ്കിൽ അതിൽ ചേരാം, വേണ്ടെങ്കിൽ ഇന്നുള്ളതിൽ തന്നെ അങ്ങ് തുടരാം. ഇത് നിങ്ങളെ ഒന്ന് അറിയിച്ച് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ബൈബിളിൽ പുതിയ ഉടമ്പടി ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, രാജത്വത്തിന്റെ ഈ സദ്വാർത്ത, ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി അറിയിക്കും. അതോടെ യുഗം അവസാനിക്കും. ഈ യുഗം അവസാനിച്ച് മനുഷ്യർ ഭൂമിയെ വാഴുന്ന, ഭരിക്കുന്ന ഏത് മനുഷ്യർ? മരണമുള്ള മനുഷ്യർ ഈ ഭൂമിയെ വാഴുന്ന ഈ യുഗം അവസാനിക്കും. തുടർന്ന് മരണമില്ലാത്ത ദൈവത്തിന്റെ പുത്രന്മാർ ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. അതിന് നേതൃത്വം കൊടുക്കുന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവായിരിക്കും. ജെറുസലേം തലസ്ഥാനമാക്കി ഈ ഭൂമിയുടെ ഭരണം ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലേക്ക്, മനുഷ്യരുടെ ഗവൺമെന്റ് അല്ല, ദൈവപുത്രന്മാരുടെ, ദൈവത്തിന്റെ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് ഈ ഭൂമിയുടെ ഭരണം മാറും. എന്നാൽ അവിടെ ഒരു സദ്വാർത്തയുണ്ട്. പുതിയ ഉടമ്പടി പുസ്തകത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ്, കിങ്ഡം, ദൈവരാജ്യത്തിന്റെ ഭൂമിയിലെ ഭരണം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. മറുഭാഗത്ത് യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു, എന്റെ പിതാവ് എനിക്ക് കിങ്ഡം വിഭാഗിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും കിങ്ഡം വിഭാഗിച്ച് നൽകും. ഇതൊരു അവകാശം പങ്കിടുന്നത് പോലെയാണ്. അപ്പൊ നീ അറിയാത്ത നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ഇന്ന് ഭൂമിയിൽ മരണമുള്ള മനുഷ്യപുത്രനായി ഏതെങ്കിലും ജാതിയിലെയും സംഘടനയുടെയും ഉള്ളിൽ കുടുങ്ങി ഹീറോ ആകാൻ ശ്രമിച്ച അവസാനം സീറോ ആകുന്ന മനുഷ്യൻ, ആ മനുഷ്യനോട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിന്റെ അപ്പന് നിന്നെക്കുറിച്ച്, സൃഷ്ടാവായ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിന്നെ മരണത്തിൽ കുടുക്കി സീറോ ആക്കാനല്ല, പകരം മരണത്തിനപ്പുറമായി നിന്നെ ജാതിയിലും മതത്തിലും സംഘടനയിലും മരണത്തിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന നിന്നെ അവിടെ നിന്നെല്ലാം വീണ്ടെടുത്ത് ദൈവത്തിന്റെ മകനായി, മരണമില്ലാത്ത ദൈവത്തിന്റെ മരണമില്ലാത്ത മകനായി, ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയുടെ രാജാവായി നിന്നെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതാണ് രാജത്വ സുവിശേഷം.
അതുകൊണ്ട് പ്രിയ മകനെ, പ്രിയ മകളെ, തിരക്ക് പിടിച്ച് സീറോ ആകാൻ ഓടുന്ന എല്ലാവരോടും പറയുന്ന ആ സന്ദേശമാണ്, ദൈവത്തിന്റെ മകനായി, മനുഷ്യന്റെ മകനായി, മരണമുള്ളവനായി ഇവിടെ അവസാനിക്കുന്ന നിനക്ക് ദൈവത്തിന്റെ മകനായി മാറുവാൻ ഒരവസരം ദൈവം തരികയാണ്. ദൈവത്തിന്റെ കുടുംബമായി മാറുവാൻ ഒരവസരം ദൈവം തരികയാണ്. തിരക്ക് പിടിച്ച് ഹീറോ ആകാൻ ഓടി സീറോ ആകുന്ന മനുഷ്യർക്ക് ഇതിനും വലിയ ഒരു സദ്വാർത്ത കേൾക്കാനുണ്ടോ? നിന്റെ ജീവിതത്തിൽ മനുഷ്യന്റെ വംശത്തിൽ നിന്ന് ദൈവത്തിന്റെ വംശത്തിലേക്ക് ദൈവപുത്രന്മാരായി മാറുവാൻ ഒരവസരം ദൈവം നൽകുകയാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, അതിനെന്താണ് വേണ്ടത്? ദൈവവചനം പറയുന്നു, ദൈവപുത്രനായ യേശുവെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഏത് മരണമുള്ള മനുഷ്യർക്കും മരണമില്ലാത്ത ദൈവത്തിന്റെ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ആ അധികാരം നഷ്ടപ്പെടുത്തി കളയല്ലേ, ആ അവസരം നഷ്ടപ്പെടുത്തി കളയല്ലേ എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങൾ ഒരുപക്ഷെ പറയും, എനിക്ക് ദൈവത്തിന്റെ മകനായി തീരുവാൻ ആഗ്രഹമുണ്ട്, ദൈവ കുടുംബക്കാരനായി തീരാൻ ആഗ്രഹമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിയ സഹോദര, പ്രിയ സഹോദരി, എന്നെയും നിങ്ങളെയും സൃഷ്ടാവിൽ നിന്ന് അകറ്റിയത് നമ്മുടെ ജാതിയോ മതമോ സംഘടനയോ ഗ്രൂപ്പോ പണം കൂടുതലുള്ളതുകൊണ്ടോ കുറഞ്ഞു പോയതുകൊണ്ടോ അല്ല. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിയത് നമ്മുടെ ജീവിതത്തിലെ പാപം മാത്രമാണ്. ആ പാപം നിമിത്തമാണ് മരണവും ലോകത്തിൽ കടന്നത്. എന്നാൽ പാപത്തിന്റെ ശമ്പളം മരണമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവപുത്രനായ ക്രിസ്തു ഇവിടെ മനുഷ്യനായ യേശു എന്ന പേരിൽ കടന്നു വരികയും, വിശുദ്ധ ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വചനം മാംസമായി ഇവിടെ കടന്നു വരികയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച്, നാം മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ച്, നാം കടം വീട്ടേണ്ട സ്ഥാനത്ത് മറ്റൊരാൾ നമുക്ക് വേണ്ടി കടം വീട്ടി നമ്മളെ സ്വതന്ത്രരാക്കി. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യം ഞാൻ അംഗീകരിക്കുന്നു, ആ യേശുക്രിസ്തുവിനെ ഞാൻ ദൈവപുത്രനെ അംഗീകരിക്കുന്നു, എന്റെ പാപത്തിനു വേണ്ടിയാണ് മരിച്ചതെന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് പ്രിയ മകനെ നീ ഏറ്റുപറയുന്നുവെങ്കിൽ ഇതാ ആ ദൈവ കുടുംബത്തിലേക്ക് കടന്നു വരുവാനുള്ള ഏക വഴി യേശുക്രിസ്തുവാണ്. അത് നീ അംഗീകരിക്കുകയാണ്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ദൈവ കുടുംബത്തിലേക്കുള്ള അംഗത്വം ഇപ്പോൾ ലഭിക്കുന്നു എന്ന സദ്വാർത്തകൾ അറിയിക്കുകയാണ്. നമുക്ക് മറ്റൊരു രാജ്യത്തെ ഒരു സിറ്റിസൺഷിപ്പ് എടുക്കണമെങ്കിൽ പല വ്യവസ്ഥകളും ഉണ്ടല്ലേ? ആ വ്യവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുവെങ്കിലേ ആ സിറ്റിസൺഷിപ്പ് ലഭിക്കുകയുള്ളൂ. എന്നാൽ സ്വർഗരാജ്യത്തിലെ സിറ്റിസൺഷിപ്പ് ലഭിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ക്രമീകരണമാണ് തന്റെ പുത്രനായ ക്രിസ്തു. പ്രിയമകനെ, പ്രിയമകളെ, നിനക്ക് അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. ആ ആപ്ലിക്കേഷൻ യേശു ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് നിനക്ക് എൻറോൾ ചെയ്യാവുന്നതാണെന്ന് ഓർപ്പിക്കുകയാണ്. തുടർന്ന് യേശുവിനെ അനുസരിച്ച് അനുഗമിച്ച് നീ പോകുവാൻ തയ്യാറുള്ളതാണ് എങ്കിലും നിന്റെ ജീവിതത്തിൽ ഈ മഹാസൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരാമെന്ന് ഓർപ്പിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്, ഹീറോ ആകാൻ വേണ്ടി ശ്രമിച്ച അവസാനം സീറോ ആയി പോകുന്ന മനുഷ്യരോട് ഓർപ്പിക്കുകയാണ്, നിന്നെ സീറോ ആക്കാനല്ല നിന്റെ സൃഷ്ടാവിന്റെ പദ്ധതി, നിന്നെ യഥാർത്ഥത്തിൽ ഒരു ഹീറോ ആക്കാനാണ്. മരണം കൊണ്ട് നിന്നെ അവസാനിപ്പിക്കാനല്ല നിന്റെ സൃഷ്ടാവിന്റെ പദ്ധതി. പകരം നിന്നെ മരണമില്ലാത്ത ദൈവത്തിന്റെ മകനാക്കി, ക്രിസ്തുവിന്റെ സഹോദരനാക്കി, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാക്കി, സ്വർഗീയ പിതാവ് ക്രിസ്തുവിനെ രാജ്യം വിഭാഗിച്ചു കൊടുക്കുന്നത് പോലെ ഇതാ നിനക്കും വിഭാഗിച്ചു തരുവാനുള്ള ഒരു പദ്ധതിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോക ജീവിതം സെക്കൻഡറി ആക്കിക്കൊണ്ട്, രണ്ടാമതാക്കിക്കൊണ്ട് ദൈവം നിനക്ക് തരുന്ന ഈ സ്വർഗീയ ദൈവപുത്രന്മാരുടെ ജീവിതം ഒന്നാമതാക്കുവാൻ നിന്നെയും ഇതാ ഈ ശബ്ദ കാഴ്ചപ്രതി എന്നെ കേൾക്കുന്ന ഏവരെയും ഓർപ്പിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. ഈ ദേശം, ഈ രാജ്യത്തെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഞങ്ങളിത് അടുത്ത ദേശത്തേക്ക് കടന്നു പോകുന്നു. അതിനു മുമ്പായി ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ഇപ്പോൾ നിങ്ങളുടെ അടുക്കൽ 2 നോട്ടീസ് കൊണ്ട് തന്നിട്ടുണ്ട്. അതിലൊരു നോട്ടീസ് രാജ്യത്തെ സുവിശേഷം എന്താണെന്നുള്ളതാണ്. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്ലാനും പദ്ധതി എന്താണെന്നാണ് നിങ്ങളെ അറിയിച്ചിരിക്കുന്നത്.
രണ്ടാമത്തത് ഇവിടെ അടുത്ത് പുക്കാട്ടുപടി എന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന ആ ധ്യാന കേന്ദ്രത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കടന്നു വന്ന് ഈ സുവിശേഷത്തെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ കഴിയും. ഈ ലോകത്തിന്റെ തിക്കിലും തിരക്കിലും പെട്ട് ഓടി മനസ്സമാധാനം നഷ്ടപ്പെട്ട് ഹീറോ ആകാൻ വേണ്ടി ഓടി അവസാനം സീറോ ആകുന്ന മനുഷ്യർ മരണം അവരെ സീറോ ആക്കുമ്പോ ഇതാ എന്തിനാണ് ഞാൻ ജീവിച്ചതെന്നും എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടതെന്നും എന്തുകൊണ്ട് ഞാൻ പ്രായമാകുന്നു, എന്തുകൊണ്ട് എന്റെ മുടി നരയ്ക്കുന്നു, എന്തുകൊണ്ട് ഞാൻ മരിച്ചു പോകുന്നു, മരിച്ചാൽ ആർക്കാ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇതൊന്നും അറിയാത്ത മനുഷ്യർക്ക് ഇതൊരു ആശ്വാസമായി ഒരു സന്ദേശമായി തീരുന്ന ഒരവസ്ഥയാണ് ആ ധ്യാന കേന്ദ്രം എന്ന് നിങ്ങൾ ഓർപ്പിക്കുകയാണ്. അതിന്റെ താഴെ ഞങ്ങളുടെ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ടെലിഫോൺ നമ്പർ. കൂടുതലായിട്ട് അറിയാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആ റിട്രീറ്റിന് നിങ്ങൾ ആ ധ്യാനത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മറ്റന്നാൾ മുതലാണ് ഈ മാസത്തെ ധ്യാനം ആരംഭിക്കുന്നത്. നിങ്ങൾ ഏവരെയും അതിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് അങ്ങ് കടന്നു പോവുകയാണ്. നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ മക്കളെ ഏവരെയും ഈ ശബ്ദ കാഴ്ചപ്രതിയിൽ അങ്ങേ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെല്ലാം അങ്ങാൽ അനുഗ്രഹിക്കപ്പെട്ട, അവരുടെ തലമുറകളും അങ്ങാൽ അനുഗ്രഹിക്കപ്പെട്ട, അവരുടെ ബിസിനസ്സും അങ്ങാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശം അവരുടെ ജീവിതത്തിന്റെ അനുഗ്രഹമായി അവരുടെ നിത്യമായ സ്വർഗരാജ്യത്തിൽ എത്തിപ്പാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെയും ഇവരുടെ മക്കളെയും ഇവർക്കുള്ളതിനെയും ഇവരുടെ എല്ലാ ബിസിനസ്സെയും അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഇതാ ദൈവം നിങ്ങൾക്ക് തുറന്നു വന്നിരിക്കുന്ന ഈ വാതിൽ നഷ്ടമാക്കല്ലേ, അവസരം നഷ്ടമാക്കല്ലേ എന്ന് ഓർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. നമ്മുടെ ദൈവം നമ്മളോടുകൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവത്തോടുകൂടെ താമസിപ്പാൻ, ആ ദൈവ കുടുംബമായി തീരുവാൻ നിങ്ങൾ ഏവരും ഒരുങ്ങുക. നന്ദി, നമസ്കാരം.